നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഏറെ മികച്ച ഒരു ചലച്ചിത്രത്തിന്റെ കഥയാണ് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. മൈ സിസ്റ്റേഴ്സ് കീപ്പർ എന്നാണ് ഈ ചലച്ചിത്രത്തിന്റെ പേര്. വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോന്ന ഒരു ഫാമിലി. ആ ഫാമിലിയിലെ മൂത്ത കുട്ടിക്ക് ക്യാൻസർ ആയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ലുക്കീമിയ. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഡോണറായും മറ്റ് പല സംഗതികളും മൂത്ത കുട്ടിക്ക് ലഭിക്കുവാനും ആ മാതാപിതാക്കൾ മറ്റൊരു കുട്ടിക്ക് ജന്മം കൊടുക്കുവാണ്. മൂത്ത കുട്ടിയുടെ DNA മാച്ച് ചെയ്യുന്ന തരത്തിൽ IVF ഒക്കെ ചെയ്തിട്ടായിരുന്നു അവരാ കുട്ടിക്ക് ജന്മം കൊടുത്തത്. അങ്ങനെ 15 വയസ്സായ സമയത്ത് മൂത്ത കുട്ടിയുടെ കിഡ്നി ഫെയിലിയർ ആവുകയാണ്. അതോടെ IVF മൂലം ജന്മം കൊടുത്ത രണ്ടാമത്തെ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയോട് അവളുടെ കിഡ്നി ചേച്ചിക്ക് ഡൊണേറ്റ് ചെയ്യാനായി അവളുടെ അമ്മ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങുന്നു. അതാ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത്രനാളും അവൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. തന്റെ ശരീരത്തിൽ നിന്നും തന്റെ അനുവാദമില്ലാതെ ഒന്നും അങ്ങനെ ഇനി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി കോടതിയിൽ ഒരു കേസ് കൊടുക്കുവാണ്. അതും തന്റെ മാതാപിതാക്കൾക്കെതിരെ. പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് ഏറെ ഹൃദയഭേദകവും രസകരവുമായിട്ടുള്ള ഈ കഥ പറഞ്ഞു വെക്കുന്നത്. സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലിന്റെ കൂടെ കൂടുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കുടുംബത്തിൽ മൊത്തം 5 അംഗങ്ങളുണ്ട്. അച്ഛൻ ബ്രയാൻ ഒരു ഫയർ ഫൈറ്ററായി ജോലി നോക്കുന്നു. അമ്മ സാറയാകട്ടെ ഒരു അഡ്വക്കേറ്റാണ്. മൂത്ത മകളുടെ പേര് കേറ്റ് എന്നാണ്. കേറ്റിന് 15 വയസ്സോളമാകുന്നു. കേറ്റിനൊരു മൂത്ത സഹോദരനുണ്ട്, ജെസി എന്നാണ് അവന്റെ പേര്. കേറ്റിന് ഒരു അനിയത്തി കൂടിയുണ്ട്, അന്ന എന്നാണ് അവളുടെ പേര്. കുടുംബം സന്തോഷത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിലും അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേറ്റ് ജനിച്ചപ്പോൾ തന്നെ ക്യാൻസറോടുകൂടിയാണ് പിറന്നു വീണത്. കുട്ടിക്കാലത്ത് തന്നെ അത് മനസ്സിലാവുകയും ചെയ്തു. ഒരു ദിവസം കേറ്റ് വല്ലാതെ ചുമയ്ക്കുന്ന കഷ്ടപ്പെടുന്ന ശബ്ദം കേട്ട് അന്ന പോയി നോക്കുകയാണ്. നോക്കുമ്പോൾ കേറ്റിന്റെ വായിലൂടെയും മൂക്കിലൂടെയും ഒക്കെ രക്തം ഒഴുകുന്നുണ്ട്. വേദന കൊണ്ട് പൊളയുന്ന കഷ്ടപ്പെടുന്ന തന്റെ ചേച്ചിയെ കണ്ട് അന്നയ്ക്ക് വലിയ സങ്കടം തോന്നിയിരുന്നു. അടുത്ത ദിവസം അന്ന ക്ലാസ് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ അവിടെ അന്നയുടെ ചേട്ടൻ ജെസി വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. നീ അത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നെ ജെസിയോട് ചോദിക്കുവാണ്. ജെസി പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അന്നയ്ക്ക് കൊടുത്തു ചോദിച്ചു, ഇത് ശരിക്കും വേണോ? വേണമെന്നായിരുന്നു അന്നയുടെ മറുപടി. ഒന്നുകൂടി ആലോചിച്ചു നോക്ക്. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാ ഈ തീരുമാനത്തിലെത്തിയത്. അന്ന ജെസിയോട് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോരുവാണ്. അന്ന നേരെ പോകുന്നത് അമേരിക്കയിലെ തന്നെ ഒരു ഫേമസ് ലോയറുടെ അടുത്തേക്കായിരുന്നു. ക്യാമ്പൽ എന്നാണ് ആ ലോയറുടെ പേര്. ലോയറുടെ ഓഫീസിലേക്ക് അന്ന കയറി ചെല്ലുന്നു. ആ ചെറിയ സ്കൂൾ വിദ്യാർത്ഥി വരുന്ന കണ്ടതും ക്യാമ്പൽ ചോദിച്ചു, എന്താ മോളെ ഇങ്ങോട്ട് വന്നത്? അന്ന പിന്നാലെ മുമ്പിലിരുന്ന് താൻ വന്ന കാര്യം വിശദീകരിക്കുകയാണ്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ എനിക്കൊരു കേസ് ഫയൽ ചെയ്യണം സാർ. അത് കേട്ടതും ക്യാമ്പൽ ഒന്ന് ഞെട്ടിയിരുന്നു. എന്താ മോളെ, എന്തിനാ കേസ് കൊടുക്കുന്നേ? അതോടെ അന്ന കാര്യങ്ങൾ ആദ്യം തൊട്ട് വിശദീകരിച്ച് പറയുവാണ്. എന്റെ ചേച്ചി കേറ്റ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ചെറുപ്പത്തിലെ മനസ്സിലായിരുന്നു. ഇപ്പോ ചേച്ചിയുടെ ഒരു കിഡ്നി ഫെയിലിയർ ആയി. ചേച്ചി ഇപ്പോ ആശുപത്രിയില. എന്നോട് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞ് എന്നെ വീട്ടുകാരൊക്കെ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. എനിക്കതിന് സാധിക്കില്ല. എന്റെ കിഡ്നി കൊടുത്ത ഞാൻ എങ്ങനെയാ പിന്നെ നല്ല രീതിയിൽ ജീവിക്കുന്നേ? അതിനെതിരെയാ എനിക്ക് കേസിന് പോവണ്ടേ. സാർ ഈ കേസിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ വേറെയും കാര്യങ്ങളുണ്ട് സാർ. മറ്റുള്ള കുട്ടികളെ പോലെ ഞാൻ സാധാരണ രീതിയിൽ അങ്ങനെ ജനിച്ചതൊന്നുമല്ല. ചേച്ചിക്ക് ചെറുപ്പത്തിലെ ക്യാൻസർ മനസ്സിലായി എന്ന് പറഞ്ഞല്ലോ. ചേച്ചിയുടെ ജീവൻ രക്ഷപ്പെടുത്താനായി ജനറ്റിക്കലി മാച്ച് ചെയ്ത് ഒരു സേവിയർ ചൈൽഡായിട്ട് IVF വഴി ഉണ്ടാക്കിയെടുത്തത്. അത് ക്യാമ്പലിനെ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. ഈ പെൺകുട്ടി നുണ പറയുന്നതാവുമോ എന്ന് ക്യാമ്പല് ചിന്തിക്കുവാണ്. അന്ന കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പൽ അത് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ചെക്ക് ചെയ്യുമ്പോ അന്ന പറയുന്നതൊക്കെ ശരിയാണ് എന്ന് ക്യാമ്പലിന് വ്യക്തമാവുകയാണ്. ഓക്കെ, ഒക്കെ ശരി തന്നെ. പക്ഷെ മോളുടെ കിഡ്നി ചേച്ചിക്ക് കൊടുത്തില്ലേ? ചേച്ചിക്ക് എന്തു സംഭവിക്കും എന്ന് മോൾക്ക് അറിയില്ലേ? അറിയാം, ചേച്ചി മരിച്ചു പോകും. പക്ഷേ എനിക്കൊന്നൊരു ലൈഫില്ലേ സാർ? അത് ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുന്നതിൽ തെറ്റുണ്ടോ? ദാ ഇത് $200 ഉണ്ട്. ഇത് സ്വീകരിച്ച് എനിക്ക് വേണ്ടി സാറിന് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ? ക്യാമ്പൽ അന്നയുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കുവാണ്. അവൾ പറയുന്നതിൽ ന്യായമുണ്ടല്ലോ. അവൾക്കും ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പണം കണ്ടിട്ടല്ലെങ്കിൽ പോലും ആ കേസ് ക്യാമ്പൽ ഏറ്റെടുക്കുന്നു. കേസ് നടക്കുന്ന കാലയളവിലേക്ക് അന്നയുടെ താൽക്കാലിക ഗാർഡിയൻഷിപ്പ് കൂടി ക്യാമ്പൽ സ്വന്തമാക്കുകയാണ്. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് തിരിയുന്നു. കേറ്റിന് 5 വയസ്സുള്ള സമയം. കേറ്റിന്റെ മുതുകുഭാഗത്ത് വ്യത്യാസമായൊരു പാട് വന്നിരിക്കുന്നത് കേറ്റിന്റെ അമ്മ സാറ ശ്രദ്ധിക്കുകയാണ്. സാറ ഉടനടി കേറ്റിനെ ഡോക്ടറുടെ അടുത്തെത്തിക്കുന്നു. ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി ചെറിയ വൈറസ് ആണെന്നാ തോന്നുന്നേ. എന്തായാലും ഒരു മുഴുവൻ ടെസ്റ്റ് എടുത്തു കളയാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഫുൾ ടെസ്റ്റ് എഴുതുകയാണ്. പക്ഷേ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോഴായിരുന്നു കാര്യം കൂടുതൽ വ്യക്തമാകുന്നത്. അന്നയ്ക്ക് ക്യാൻസർ ആണ്. കൃത്യമായി പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ. അത് കേട്ടതും സാറ വല്ലാതെ ഷോക്കായിരുന്നു. ഏതമ്മമാരാണ് മക്കൾക്ക് ക്യാൻസർ
ക്യാൻസറാണെന്ന് പറഞ്ഞാൽ ദുഃഖിക്കാതിരിക്കുക സാറയ്ക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഫ്ലാഷ് ബാക്ക് അവസാനിച്ച് കഥ പ്രസന്റിലേക്ക് വരുന്നു. ആശുപത്രിയിൽ കേറ്റ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ക്യാൻസർ വഷളായി കേറ്റിന്റെ കിഡ്നിയെ ബാധിച്ചിരുന്നു. കിഡ്നി രണ്ടും ഫെയിലർ ആയിരിക്കുന്നു. എത്രയും വേഗത്തിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ നടത്തണം എന്ന് ഡോക്ടേഴ്സ് കേറ്റിന്റെ പാരന്റ്സിനോട് പറയുവാണ്. ആ സമയം കേറ്റിന്റെ ജനറ്റിക് മാച്ചിനെ പറ്റി സംസാരം വരുന്നു. വീണ്ടും കഥ ഫ്ലാഷ് ബാക്കിലേക്ക് തിരിയുന്നു. പണ്ട് കേറ്റിന് അസുഖം നിർണയിക്കപ്പെട്ടതും ഡോക്ടറുമായി ഒരു കൂടിക്കാഴ്ച സാറയും ഹസ്ബൻഡും കേറ്റും കൂടി നടത്തിയിരുന്നു. അന്ന് കേറ്റ് തീരെ ചെറിയ കുട്ടിയാണ്. കേറ്റിന്റെ പാരന്റ്സിന്റെയും ജെസ്സിയുടേതും അടക്കമുള്ള ബോൺ മാരോ മാച്ചിങ് ടെസ്റ്റുകൾ നടത്തി നോക്കിയെങ്കിലും ഒന്നും കേറ്റുമായിട്ട് സാമ്യമുള്ളതായിരുന്നില്ല. അതോടെ കേറ്റിനെ രക്ഷപ്പെടുത്താൻ ഒരു മാച്ചിങ് ഡോണറെ കിട്ടണം എന്ന സിറ്റുവേഷൻ വരുന്നു. കേറ്റിന്റെ ജനറ്റിക്കിന് ചേർന്ന രീതിയിൽ സ്റ്റെം സെൽസും ബ്ലഡും ഒക്കെ കിട്ടുക അത്ര എളുപ്പമായിരുന്നില്ല. തന്റെ മകൾ മരണപ്പെടുമോ എന്ന ഭീതിയിൽ സാറ നിന്ന സമയത്തായിരുന്നു ഡോക്ടർ ഒരു സജഷൻ പറയുന്നത്. ഒരു സേവിയർ ചൈൽഡിന് അവർ ജന്മം നൽകുന്ന കാര്യം കേറ്റിന്റെ DNA-യോട് സാമ്യം വരുന്ന തരത്തിൽ കേറ്റിനെ രക്ഷപ്പെടുത്താൻ ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിന് ജന്മം കൊടുക്കുന്ന കാര്യമായിരുന്നു അത്. ആദ്യം സാറയും ഹസ്ബൻഡും അതിൽ അല്പം കൺഫ്യൂസ്ഡ് ആയെങ്കിലും ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞതോടെ തന്റെ മകളെ എങ്ങനെയും രക്ഷിക്കണം എന്ന് ചിന്തിച്ചിരുന്ന സാറ അതിനൊക്കെ പറയുകയാണ്. അങ്ങനായിരുന്നു കേറ്റിന്റെ ജീവൻ രക്ഷിക്കാൻ എന്ന മട്ടിൽ അന്ന പിറന്നു വീഴുന്നത്. ജനിച്ചപ്പോൾ മുതലേ അന്ന ആശുപത്രികളിലായിരുന്നു. തന്റെ ചേച്ചിക്ക് വേണ്ടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യലും പല പല കാര്യങ്ങളിലുമായി അവൾ കൂടുതൽ സമയവും ചേച്ചിക്കൊപ്പം ആശുപത്രിയിൽ തന്നെ ചിലവഴിക്കേണ്ട വന്നു. കേറ്റിലേക്ക് പാരന്റ്സിന്റെ കൂടുതൽ ശ്രദ്ധ എപ്പോഴും തിരിഞ്ഞതിനാൽ അന്നയുടെ പഠനകാര്യമൊന്നും നല്ല രീതിയിൽ നടന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അന്നയുടെ പഠന വൈകല്യം പോലും പാരന്റ്സ് അടക്കം തിരിച്ചറിയുന്നത് വർഷങ്ങൾ പിന്നിട്ടിട്ടായിരുന്നു. അത്തരത്തിൽ ജനിച്ചപ്പോൾ മുതൽ ഇതുവരേക്കും അന്ന പല കാര്യങ്ങളും ഒരുപാട് ഫേസ് ചെയ്തിരുന്നു. ഫ്ലാഷ് ബാക്കുകൾ അവസാനിച്ച് കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ആശുപത്രിയിലായിരുന്ന സാറയ്ക്ക് ഒരു നോട്ടീസ് വന്നിരിക്കുകയാണ്. വക്കീൽ നോട്ടീസായിരുന്നു അത്. അന്ന തന്റെ പാരന്റ്സിനെതിരെ കേസ് കൊടുത്തിരുന്നല്ലോ, അതിന്റെ വക്കീൽ നോട്ടീസ് കണ്ടതും സാറയ്ക്കങ്ങ് വല്ലാതെ കലി വന്നിരുന്നു. അന്നെ വിളിച്ച സാറ ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നേ? നിന്റെ അടുത്ത് നിങ്ങൾ വേറെന്താ ചോദിച്ചേ? നിന്റെ ചേച്ചിക്ക് നിന്റെ ഒരു കിഡ്നി കൊടുക്കാനല്ലേ? നിന്റെ ചേച്ചിക്കല്ലേ, വേറെ ആർക്കും അല്ലല്ലോ. നിന്റെ ജീനല്ലേ ഇവൾക്ക് 100% മാച്ച് ആവുന്നുള്ളൂ. അതുകൊണ്ടല്ലേ ഇത് നിന്നോട് ആവശ്യപ്പെട്ടെ. ഒന്ന് നിന്റെ ചേച്ചിക്ക് കൊടുത്ത് ചേച്ചിയെ രക്ഷപ്പെടുത്തിയാൽ എന്താ നിനക്ക്? അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു തുടങ്ങിയിരുന്നു. ഇങ്ങനെയൊക്കെയും ഞാൻ അവൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്ന പിന്നെന്താ എനിക്കുണ്ടാവുക? എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കണ്ടേ? എനിക്കൊരു ലൈഫില്ലേ? എന്റെ റൈറ്റ്സ് ഇല്ലാണ്ട് എന്റെ ശരീരത്തിൽ നിന്ന് ഒന്നുമെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിങ്ങൾക്ക് അനുവാദവുമില്ല, അതിനുള്ള റൈറ്റ്സുമില്ല. അതും പറഞ്ഞ് അന്ന അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതെന്താ ഈ കൊച്ചു ഇങ്ങനെ? സ്വന്തം ചേച്ചിയല്ലേ, ഒരു കിഡ്നി കൊടുത്താൽ എന്താ എന്നെല്ലാവർക്കും തന്നെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് അന്നയ്ക്ക് അന്നയുടേതായ കാരണങ്ങളും ഉണ്ടല്ലോ. അന്ന് രാത്രിയിൽ അന്നയെ വിളിച്ച് വീട്ടിൽ വട്ടം കൂടിയിരുന്ന് അവർ അൻവയെ ബ്രെയിൻ വാഷ് ചെയ്ത് കൺവിൻസ് ചെയ്യിപ്പിക്കുവാൻ നോക്കുവാണ്. പക്ഷേ അന്ന തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. നിറ കണ്ണുകളോടെയാണെങ്കിലും നിങ്ങളെന്താ എന്റെ ലൈഫിനെ പറ്റി നോക്കാത്തെ? എനിക്കതിന് സാധിക്കില്ല എന്നവൾ തീർത്തു പറയുവാണ്. പക്ഷേ ഇത് കേറ്റിന്റെ അമ്മ സാറയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. സാറയെ സംബന്ധിച്ചിടത്തോളം അന്ന അവൾക്ക് ഒരു രണ്ടാം കിട മകളെ പോലെയാണ്. ആർക്കെന്തു പറ്റിയാലും വേണ്ടില്ല, മൂത്ത മകൾ കേറ്റ് രക്ഷപ്പെടണം എന്ന് മാത്രമേ അവൾക്കുള്ളൂ. അന്ന് സാറ അന്നയോട് ദേഷ്യപ്പെടുകയാണ്. പക്ഷേ സാറയുടെ അച്ഛന് അന്നയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു മകൾക്ക് വേണ്ടി മറ്റൊരു മകളോട് നിർദാക്ഷിണ്യം പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. അവൾക്കും ലൈഫുള്ളതല്ലേ. കേറ്റിനെ പോലെ അന്നയെയും സന്തോഷത്തോടെ നോക്കേണ്ടതുണ്ട്. അന്നയും സാറയും തമ്മിൽ പ്രശ്നം കനത്തതോടെ അന്നയെ സന്തോഷിപ്പിക്കാനും അവരെ പരസ്പരം അകറ്റി നിർത്താനും അന്നയുടെ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ അന്നയെയും കൂടെ കൊണ്ടുപോവുകയാണ്. അവിടുത്തെ എംപ്ലോയീസ് ഒക്കെയുമായി അന്ന സന്തോഷത്തോടെ സമയം ചെലവിടുന്നു. മറുവശത്ത് സാറയാകട്ടെ തനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് അന്നയ്ക്ക് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്ന വക്കീലിനെ ദേഷ്യത്തോടെ ചെന്ന് കാണുവാണ്. ഒരു പെൺകുട്ടി വന്ന് കേസിന്റെ കാര്യം പറഞ്ഞ നിങ്ങൾ ഉടൻ തന്നെ അത് ഫയൽ ചെയ്യുവാണോ? അവരുടെ പാരന്റ്സിനെ വിളിച്ച് അന്വേഷിക്കണം എന്നൊരു മര്യാദയില്ലേ? ഒരു കൊച്ചിനൊക്കെ എന്തറിയാനാണ്? കേസ് നിങ്ങൾ പിൻവലിക്കണം എന്നൊക്കെ സാറ കേമ്പലിനടുക്കൽ ദേഷ്യപ്പെടുന്നു. അവളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാ ഞാൻ കേസെടുത്തത്. അവരുണ്ടായിരുന്ന റെക്കോർഡ്സ് ഒക്കെ എടുത്തു കാട്ടിയ ക്യാമ്പൽ ഇതുവരേക്കും അന്നയുടെ ദേഹത്തു നിന്ന് എത്രയധികം ബ്ലഡ് എടുത്തു, എന്തൊക്കെ കാര്യങ്ങൾ മൂത്ത മകൾക്ക് വേണ്ടി ചെയ്തു എന്നതിന്റെ വിശദമായ റിപ്പോർട്ട് സാറയുടെ മുമ്പിലേക്ക് വെക്കുവാണ്. സാറയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അന്നയുടെ കഷ്ടപ്പാടുകളെ പറ്റിയും അവളും ഒരു പെൺകുട്ടിയാണ്, അവൾക്കും ലൈഫുണ്ടെന്നും ക്യാമ്പൽ വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുച്ചിന് ഈ കേസിൽ ന്യായം നേടിക്കൊടുക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണെന്നാണ് കരുതുന്നതെന്നും
അതുമായി താൻ മുമ്പോട്ട് പോകുമെന്നും ക്യാമ്പൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സാറയ്ക്ക് പക്ഷേ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേദനയുണ്ടെങ്കിലും മൂത്ത മകളെ രക്ഷപ്പെടുത്തണം എന്നത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. എന്താണെങ്കിലും കോടതിയിൽ വെച്ച് നേരിട്ട് കാണാം എന്ന് വെല്ലുവിളിച്ച് സാറ അവിടെ നിന്ന് പോകുവാണ്. മറുവശത്ത് ആശുപത്രിയിൽ നിന്നും കേറ്റ് പുറത്തെത്തിയിരുന്നു. വീട്ടിൽ കേറ്റ് അങ്ങനെ അടച്ചുപൂട്ടി കിടക്കുന്നത് അവളുടെ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവളെ പുറത്തു പോകാനായി അച്ഛൻ ക്ഷണിച്ചെങ്കിലും കീമോ കാരണം മുടിയൊക്കെ പോയ അവൾക്ക് അത് കാരണം വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിന്റെ പേരിൽ അച്ഛനോട് അവൾ ദേഷ്യപ്പെട്ടു. ഇതൊക്കെ സാറയും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. തന്റെ മകൾക്ക് ഒരു പുത്തൻ ഉണർവ് കൊടുക്കണം എന്ന് തീരുമാനിച്ച സാറ കേറ്റിന് സപ്പോർട്ടായി തന്റെ മുടി മൊട്ടയടിക്കുകയാണ്. അതോടെ അവരെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ വെളിയിൽ പോകുന്നു. നാളുകൾ അങ്ങനെ കടന്നുപോയി. അന്നയുടെ കേസ് കോടതിയിലെത്തുകയാണ്. കേസ് കേട്ട കോടതി കാര്യങ്ങൾ മുമ്പിലേക്ക് പരിഗണിക്കുവാൻ അന്നയെ നേരിൽ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ജഡ്ജ് അന്നയെ മീറ്റ് ചെയ്യുവാണ്. ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ എന്തിന് കേസ് കൊടുത്തു എന്നത് അന്നയെ കണ്ട് നേരിട്ട് ജഡ്ജ് തിരക്കുന്നു. അന്ന കാര്യങ്ങളൊക്കെ ജഡ്ജിനോട് വിശദീകരിക്കുവാണ്. ഒക്കെ കേട്ട ജഡ്ജിന് അന്ന പറയുന്നതിലും ന്യായമുണ്ടല്ലോ എന്ന് അനുഭവപ്പെടുന്നു. കേസുമായും വാദപ്രതിവാദങ്ങളുമായി മുന്നോട്ട് പോകുവാൻ അതോടെ ആ ജഡ്ജ് തീരുമാനിക്കുക കൂടി ചെയ്യുന്നു. കേറ്റിന്റെ അവസ്ഥയാണെങ്കിൽ നാൾക്കുനാൾ മോശമാവുകയായിരുന്നു. കേറ്റ് ആശുപത്രിയിലേക്ക് വീണ്ടും മാറ്റപ്പെട്ടു. എത്രയും വേഗം ശസ്ത്രക്രിയ നടത്തണം എന്ന് ഡോക്ടർമാരും ആവശ്യപ്പെട്ടു തുടങ്ങി. ഇല്ലെങ്കിൽ കേറ്റ് വൈകാതെ മരണപ്പെടും എന്നും ഡോക്ടർ പറയുവാണ്. സാറയ്ക്ക് അത് ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല. എങ്ങനെയും മകളെ രക്ഷപ്പെടുത്തണം എന്ന് സാറ ഡോക്ടറോട് അപേക്ഷിക്കുന്നു. ഡോക്ടർക്കും പക്ഷേ സാറയെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. കേറ്റിന് മാച്ചായിട്ടുള്ള കിഡ്നിയൊക്കെ കിട്ടണമല്ലോ, അതത്ര എളുപ്പമല്ല. അന്നയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. കേസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് അന്നയുടെ ശരീരത്തിൽ നിന്നും ഓപ്പറേഷൻ ചെയ്യുകയും ഒന്നും സാധ്യമല്ല. കേറ്റാകട്ടെ അന്ന് ആശുപത്രിയിൽ കിടന്ന് തന്റെ പഴയ ആൽബം തുറന്നു നോക്കുകയായിരുന്നു. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ടൈലർ പയ്യന്റെ ഒരു ചിത്രവും അവരൊന്നിച്ചുള്ള മുഹൂർത്തങ്ങളുടെയും ഫോട്ടോസ് വന്നു. കേറ്റ് സന്തോഷത്തോടെയും ദുഃഖത്തോടെയും അത് നോക്കിക്കാണുവാണ്. കഥ അവിടെ നിന്നൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ടൈലറും കേറ്റും കണ്ടുമുട്ടുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. കേറ്റ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിയ സമയം ടൈലറും അവിടെ ചികിത്സയിലുള്ള പേഷ്യന്റ് ആയിരുന്നു. ടൈലറിനും ക്യാൻസർ ആയിരുന്നു. അവർ തമ്മിൽ വളരെ പെട്ടെന്ന് തന്നെ അടുക്കുവാണ്. പിന്നീട് അവർ പ്രണയത്തിലായി. ഡേറ്റ് ചെയ്യാനും മറ്റും ആരംഭിച്ചു. അന്നൊക്കെ കേറ്റ് ഒരുപാട് സന്തോഷത്തിലുമായിരുന്നു. ഇതൊക്കെ കണ്ടിരുന്ന അവളുടെ അമ്മ സാറ അതുകൊണ്ട് തന്നെ അതിനൊന്നും എതിര് നിന്നതുമില്ല. അങ്ങനെ നാളുകൾ അവർ ഒന്നിച്ച് കടന്നുപോയിരുന്നു. പിന്നീടായിരുന്നു ചികിത്സക്കായി ടൈലർ പോയത്. പിന്നീട് ടൈലറിനെ പറ്റി ഒരറിവുമില്ല. കേറ്റും ടൈലറിന് നിരവധി തവണ മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും ഒരു റിപ്ലൈയും ലഭിച്ചതുമില്ല. അത്ര നാളായും അവനെ പറ്റി വിവരമൊന്നുമില്ലാത്തതിനാൽ അവളേറെ ദുഃഖിതയാവുകയാണ്. ടൈലറെ കാണണമെന്ന് വാശി പിടിച്ച് അവൾ കരയാനും ഗുളികയും ഭക്ഷണവും ഒന്നും കഴിക്കാതിരിക്കാനും തുടങ്ങുന്നു. അതോടെ സാറ ടൈലറെ പറ്റി അന്വേഷിക്കുകയാണ്. അപ്പോഴായിരുന്നു ക്യാൻസർ മൂലം ടൈലർ മരണപ്പെട്ടു എന്ന വിവരം സാറയും അറിയുന്നത്. സാറയ്ക്കത് ഷോക്കായിരുന്നു. കേറ്റിന്റെ കാര്യം പിന്നെ പറയണോ? അവളാകെ തകർന്നു പോയിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് തിരികെ എത്തുന്നു. തന്റെ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാറ തന്റെ പോരാട്ടത്തെ പറ്റിയൊക്കെ ആലോചിക്കുകയായിരുന്നു. എങ്ങനെയും മകളെ രക്ഷപ്പെടുത്തണം എന്നത് മാത്രമായിരുന്നു സാറയുടെ മനസ്സിൽ. കേറ്റ് ആശുപത്രിയിൽ തന്റെ അവസാന നാളുകളിലാണ്. അങ്ങനെയിരിക്കെ കേറ്റ് ഒരാഗ്രഹം പറഞ്ഞു. നമ്മൾ കുടുംബം എല്ലാവരും ഒന്നിച്ച് ബീച്ചിൽ പോകണം എന്നതായിരുന്നു അത്. കേറ്റിന്റെ അച്ഛന് അത് മനസ്സിലാവുമായിരുന്നു. ബ്രയാൻ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു. ആശുപത്രിയിൽ നിന്ന് ഒരു ദിവസത്തേക്ക് ഡിസ്ചാർജ് വാങ്ങി. പക്ഷേ സാറ അതിനൊരുക്കമായിരുന്നില്ല. മകൾക്ക് എന്തെങ്കിലും സംഭവിക്കും, പുറത്തു പോവാൻ പറ്റില്ല എന്നൊക്കെ സാറ വാശി പിടിച്ചു. ആശുപത്രിയിൽ തന്നെ അടച്ചുവെക്കണം എന്ന് നിർബന്ധിച്ചെങ്കിലും സാറയെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ബ്രയാൻ അപ്പോൾ ഒരുക്കമായിരുന്നില്ല. സാറയും ബ്രയാനും തമ്മിൽ വാക്കുതർക്കം നടന്നു. ബ്രയാനെ സംബന്ധിച്ച് കേറ്റിന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കണമായിരുന്നു. അങ്ങനെ അവരുടെ കുടുംബം എല്ലാവരും ഒന്നിച്ച് കേറ്റിന്റെ ആഗ്രഹം പോലെ ബീച്ചിൽ പോവുകയാണ്. അവരൊക്കെയും ബീച്ചിലന്ന് സന്തോഷത്തോടെ സമയം ചെലവഴിച്ചു. കേറ്റും സന്തോഷത്തോടെ അതൊക്കെ നോക്കിക്കണ്ടു. അടുത്ത ദിവസം കേസിൽ വിചാരണ തുടങ്ങുകയായിരുന്നു. സാറയും വാദിക്കാൻ വേണ്ടി എത്തിയിരുന്നു. അന്നയ്ക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കേറ്റിനെ ജീവനോടെ രക്ഷപ്പെടുത്തണം എന്നത് മാത്രമായിരുന്നു സാറയുടെ മനസ്സിൽ. സാറയ്ക്ക് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കേറ്റിനെ സാറ ഗർഭം ചുമന്ന് പ്രസവിച്ചതാണ്. പക്ഷേ അന്ന അത്തരത്തിലല്ല, ടെസ്റ്റ് ട്യൂബ് ശിശുവായി ജനിച്ചതാണ്. കോടതിയിൽ വിചാരണ തുടങ്ങുന്നു. സാറ അന്നയ്ക്കടുത്ത് എത്രയോ അറിവില്ലാത്തവർ അവരുടെ ഓർഗൻസ് മറ്റുള്ളവർക്ക് കരുണ കൊണ്ട് ഡൊണേറ്റ് ചെയ്യുന്നു. കേറ്റ് നിന്റെ സ്വന്തം ചേച്ചിയല്ലേ, എന്നിട്ട് നിനക്കെന്താണ് നിന്റെ കിഡ്നി ഡൊണേറ്റ് ചെയ്താൽ
എന്ന് അന്നയോട് ചോദിക്കുവാണ്. അതിന് ഞാനെന്ത് ചെയ്യാനാ, എനിക്കെന്റെ കിഡ്നി വേണം, അത് ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല, അത്രയുള്ളൂ എന്ന് കണ്ണീരോടെ തറപ്പിച്ചു പറയുവാണ്. അങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുവാൻ എന്താ കാരണം? എന്തെങ്കിലും നീ എന്നെ ഇന്ന് മറയ്ക്കുന്നുണ്ടോ? നിനക്കെന്തേലും മാരക രോഗമുണ്ടോ? എന്നിങ്ങനെ അന്നയെ കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഫയർ ചെയ്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുവാണ്. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ജെസ്സിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അന്നയുടെ ചേട്ടൻ ജെസ്സി എഴുന്നേറ്റ് വന്ന്, നീ എന്തിനാ ഇനിയും മിണ്ടാതിരിക്കുന്നേ, ആ സത്യമങ്ങ് പറ എന്ന് ജെസ്സി പറയുവാണ്. ഒരു നിമിഷം സാറ ഷോക്കാവുന്നു. അന്നയാകട്ടെ, നീ മിണ്ടിപ്പോവരുത്, സത്യം ചെയ്തതാ എന്ന് അവനോട് പറഞ്ഞ് പോയിരിക്കാൻ പറയുന്നു. എന്താ നടക്കുന്നതെന്ന് ജഡ്ജിക്കും സാറയ്ക്കും പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും പറയാൻ പറഞ്ഞ് സാറ ജെസ്സിക്ക് നേരെ തിരിയുകയാണ്. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ കണ്ണീരോടെ ജെസ്സി ആ സത്യങ്ങൾ പറയുന്നു. യാഥാർത്ഥ്യത്തിൽ ആ കേസ് അന്നയെ കൊണ്ട് കൊടുപ്പിച്ചതും മറ്റും കെയ്റ്റായിരുന്നു. കെയ്റ്റിന് ഇനിയും തുടർന്ന് ജീവിക്കുവാൻ താല്പര്യമില്ല. അത്രമേൽ വേദനയും ബുദ്ധിമുട്ടുകളും അവൾ അനുഭവിച്ചു കഴിഞ്ഞു. യാഥാർത്ഥ്യത്തിൽ ടൈലറുടെ മരണത്തിനു ശേഷം അവൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിരുന്നു. അന്നയായിരുന്നു അന്ന് അവളെ തടഞ്ഞത്. ഇനിയും ഒരു ഓപ്പറേഷൻ നടന്നാൽ കിഡ്നി മാറ്റിവെച്ചാലും താൻ സർവൈവ് ചെയ്യില്ലെന്ന് കേറ്റിന് ഉറപ്പായിരുന്നു. താൻ കാരണം അന്ന ബുദ്ധിമുട്ടുന്നതും കേറ്റ് കാണുന്നുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി അന്നയുടെ ജീവിതം നശിപ്പിക്കാൻ കേറ്റ് ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു കേറ്റ് നിർബന്ധിച്ച് അച്ഛനും അമ്മയ്ക്കുമെതിരെ അന്നയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത്. താനാണ് ഇതിന് പിന്നിലെന്ന കാര്യം ഒരിക്കലും ആരും അറിയരുത് എന്നും അന്നയിൽ നിന്ന് കേറ്റ് സത്യം ചെയ്തു വാങ്ങിയിരുന്നു. യാഥാർത്ഥ്യത്തിൽ തനിക്കേറെ ഇഷ്ടമുള്ള ചേച്ചിക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ അന്നയ്ക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. കേറ്റിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇനിയും വേദന സഹിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് കേറ്റ് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് ഒക്കത്തിനും അന്ന സമ്മതിക്കുകയായിരുന്നു. ജെസ്സി പറഞ്ഞതൊക്കെ കേട്ടതും സാറയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കേറ്റ് അങ്ങനൊന്നും ചിന്തിക്കില്ല, എന്റെ മകൾ അങ്ങനൊന്നും പറയില്ല എന്ന് സാറ പറയുവാണ്. പക്ഷേ ആ സമയം കേറ്റിന്റെ അച്ഛൻ സാറയുടെ ഹസ്ബൻഡ് ഇടപെടുന്നു. എത്രയോ വട്ടം ഇനി ജീവിക്കാൻ താല്പര്യമില്ല, താൻ മരിക്കാൻ തയ്യാറാണ് എന്നവൾ നമ്മളോട് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇവര് പറയുന്നത് നുണയാവില്ല സാറ, നീ പക്ഷേ ഒരിക്കലും അവളെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. നിനക്ക് നിന്റെ മകൾ ജീവിക്കണമെന്ന് മാത്രമായിരുന്നു. നിന്റെ മകൾക്ക് എന്തു വേണം എന്ന് നീ ചിന്തിച്ചിട്ടേയില്ല. സാറയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സാറയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കാര്യങ്ങൾ പൂർണ്ണമായും വ്യക്തമാവുകയായിരുന്നു. കേറ്റിനു വേണ്ടിയിട്ടായിരുന്നു അന്ന ഒക്കെയും ചെയ്തത്. എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടും എല്ലാ കുറ്റപ്പെടുത്തലുകൾ അടക്കം അവൾ കേട്ടുനിന്നതും. യാഥാർത്ഥ്യത്തിൽ അന്ന തുടക്കത്തിൽ വക്കീലിനൊരു $200 കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലും കേറ്റ് തന്റെ ചെയിൻ പണയം വെച്ച് അന്നയ്ക്ക് കൊടുത്തുവിട്ടതായിരുന്നു. എല്ലാ കാര്യങ്ങളും ജഡ്ജിന് വ്യക്തമായതും തനിക്ക് കേറ്റിനെ നേരിൽ കണ്ട് സംസാരിക്കണം എന്ന് ജഡ്ജ് പറയുവാണ്. ജഡ്ജ് വൈകാതെ കേറ്റിനെ നേരിൽ മീറ്റ് ചെയ്യുന്നു. കേറ്റ് സത്യങ്ങളൊക്കെ സമ്മതിക്കുകയും തനിക്കിനിയും തന്റെ കുടുംബത്തിനെ ബുദ്ധിമുട്ടിച്ച് ജീവിക്കുവാൻ താല്പര്യമില്ല എന്ന് കേറ്റ് വ്യക്തമാക്കുകയാണ്. ജഡ്ജ് ഒക്കെ മനസ്സിലാക്കി പോയതിനു ശേഷം അമ്മയെ കേറ്റ് അടുത്തേക്ക് വിളിച്ചു. അമ്മയോട് സംസാരിച്ചു. അമ്മ, എന്തൊക്കെ ചെയ്താലും എനിക്കിനിയും ഒരുപാട് നാളൊന്നും ജീവിക്കാൻ സാധിക്കില്ല. എനിക്ക് വേണ്ടി അമ്മ നമ്മുടെ അന്നയുടെ ജീവിതം അത് നശിപ്പിക്കരുത്. എന്നെ അമ്മയ്ക്ക് എത്ര ഇഷ്ടമാണോ അതുപോലെ അമ്മ അന്നയെയും സ്നേഹിക്കണം. അമ്മ ഒന്നോർത്തും വിഷമിക്കണ്ട, എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാകും. സാറ അന്ന് വല്ലാതെ കരഞ്ഞു. കേറ്റ് തന്റെ അമ്മയെ ചേർത്ത് പിടിച്ച് ബെഡിൽ കിടക്കാൻ തുടങ്ങി. കുറച്ചു സമയം പിന്നിട്ടതും കേറ്റ് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. വൈകാതെ കേറ്റിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. ജഡ്ജും ബന്ധുക്കളും എല്ലാവരും അടക്കം കേറ്റിന്റെ ഫ്യൂണറലിൽ പങ്കെടുത്തിരുന്നു. കേസിന്റെ വിധിയും വന്നു. അന്നയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു ജഡ്ജ് വിധി പ്രഖ്യാപിച്ചത്. കുറച്ചു നാളുകൾക്ക് ശേഷം സാറ വീണ്ടും പഴയ പോലെ ജോലിക്ക് പോവാൻ ആരംഭിച്ചു. കേറ്റിനു വേണ്ടി കേറ്റിനെ നോക്കുവാൻ അവൾ പണ്ട് തന്റെ ജോലി ഉപേക്ഷിച്ചതായിരുന്നു. ജെസ്സി സ്കോളർഷിപ്പ് ലഭിച്ച് ന്യൂയോർക്കിലേക്ക് ഹയർ സ്റ്റഡീസിന് പോയി. അന്നയും സന്തോഷത്തോടെ തന്റെ ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എല്ലാവരും അവരവരുടെ കാര്യങ്ങളുമായി മൂവ് ഓൺ ചെയ്തെങ്കിലും കേറ്റിന്റെ ബർത്ത്ഡേ ദിവസം മൊന്റാനയിലേക്ക് അവരൊന്നിച്ചൊരു യാത്ര പോകും. കേറ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിടമായിരുന്നു അത്. കേറ്റ് ആഗ്രഹിച്ച പോലെ ഏറെ സന്തോഷത്തോടെ അവർ ഒന്നിച്ച് ജീവിച്ചുകൊണ്ടേയിരുന്നു. അന്നൊരിക്കൽ മൊന്റാനയിൽ പോയപ്പോൾ അന്ന കേറ്റിനെ ഓർത്തു. അവൾ പറഞ്ഞു, എന്റെ ചേച്ചിക്ക് വേണ്ടി മാത്രമായിട്ടല്ല ഞാൻ ജനിപ്പിക്കപ്പെട്ടത്. പക്ഷെ ഒന്നുണ്ട്, എന്റെ ചേച്ചി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലോകത്തേക്ക് പിറന്നു വീണത്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. കഥയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.